ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ് എസ്എഫ്ഐ എന്ന് സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവ്. അതിനകത്തെ വർഗീയ നിലപാട് എതിർക്കപ്പെടേണ്ടതാണെന്നും സഞ്ജീവ്. PM ശ്രീയിൽ അടങ്ങിയിരിക്കുന്ന ഈ വർഗീയ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹത്തിന് ആപത്കരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും എന്നറിയിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിനെ ആ ഘട്ടത്തിലും അറിയിച്ചു. ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ആശങ്ക അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്നു. പാഠപുസ്തകങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക, കരിക്കുലത്തിൽ ഇടപെടുക, ഇതൊന്നും അനുവദിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇത് തീരുമാനിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും നമ്മൾ നികുതി കൊടുത്ത് ആ നികുതിയുടെ വിഹിതം നമുക്ക് കിട്ടണം എന്നുള്ളത് സ്വാഭാവികമായ ന്യായമാണ്, അത് കിട്ടണം. എന്നാൽ അതിനോടൊപ്പം അവരുദ്ദേശിക്കുന്ന തരത്തിൽ വർഗീയത ആളിക്കത്തിക്കാനോ അത് വളർത്താനോ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് അല്ല, ദേശീയ വിദ്യാഭ്യാസ നയം ഇന്നിപ്പോൾ ലോ ഓഫ് ദ ലാൻഡാണ്, രാജ്യത്തെ നിയമമാണ്. രാജ്യത്തെ നിയമം ഇവിടെ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ FIUGP രാജ്യത്തെ സർക്കാർ വിഭാവനം ചെയ്തതുപോലെയല്ല കേരളം നടപ്പിലാക്കുന്നത്. ഇപ്പോൾ സമാനമായ നിലയിൽ PM ശ്രീയിൽ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള തെറ്റായ നയങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാതെ ഇന്ന് കേരളത്തിലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നത് വിവാദമായിരിക്കെയാണ് SFIയുടെ അഭിപ്രായ പ്രകടനം. ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥി സമൂഹത്തിന് അപകടമാണ്, വർഗീയതയാണ് അതിന്റെ ഉള്ളടക്കം. SFIക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. നയത്തിലെ മോശം കാര്യങ്ങൾ ഒഴിവാക്കി വേണം നടപ്പാക്കാനെന്നും സഞ്ജീവ് പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് SFI നേതാവിന്റെ തുറന്നുപറച്ചിൽ. ഇതിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഇത് സംഘപരിവാർ പലപ്പോഴായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില തെറ്റായ നയങ്ങളെ, സർക്കാരുകളെ പല രൂപത്തിൽ കീഴടക്കുക എന്നുള്ളതാണ്. ആ കീഴടക്കലിലേക്ക് എത്താതെ തന്നെ നമ്മുടെ നയം നിലനിർത്തിക്കൊണ്ട് ഇതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ആലോചനയായിരിക്കാം സർക്കാർ നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ അത് നടപ്പിലാക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നു, അതിൽ നിലനിൽക്കുന്ന സംഘപരിവാറിന്റെ ചില തെറ്റായ നിലപാടുകളുണ്ട്. സ്കൂളുകളിലേക്ക് കടന്നു വരുന്ന കരിക്കുലത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയില്ല, അത് സംഘപരിവാർ വൽക്കരണത്തിലേക്ക് എത്തിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾ നേരത്തെ പങ്കുവച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ആ നിലയിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ABVP അതിനെ അനുമോദിക്കുന്നു, അത് അവരുടെ രാഷ്ട്രീയ ദുഷ്ലാക്കാണ്. അവർ ആ നിലയിൽ എന്തോ രാഷ്ട്രീയപരമായ ഒരു വിജയം നേടി എന്നൊക്കെ വിധത്തിൽ അവർ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്ര കോടി രൂപ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അത് തരില്ല എന്ന നിലപാട് വരുത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞു തീർക്കട്ടെ, സ്വാഭാവികമായിട്ടും ആ നിലയിൽ സർക്കാർ എന്ന നിലയിൽ ഈ പണം ഇവിടെ കിട്ടേണ്ട, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട തുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ഒരു സർക്കാർ ചെയ്യേണ്ട പ്രാഥമികമായിട്ട് ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.